വളരെ മികച്ച രീതിയിൽ ബുദ്ധിപരമായി ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ ബാങ്ക് അതിവിദഗ്ധമായി നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടെങ്കിലും അവരെ അതിവിദഗ്ധമായി മറ്റൊരു കൂട്ടരും പറ്റിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് എങ്ങനെയാണ് ബാങ്ക് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാങ്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നറിയുന്നതിന് മുമ്പ് ബാങ്കിന് എവിടെ നിന്ന് ക്യാഷ് കിട്ടുന്നു എന്നാണ് അറിയേണ്ടത്. ധാരാളം ഇൻഡിവിജ്വൽസ് സേവിങ്സ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നു, അതിലേക്ക് ക്യാഷ് നിക്ഷേപിക്കുന്നു അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ധാരാളം കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് മറ്റും കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നു, അതിലേക്ക് ക്യാഷ് നിക്ഷേപിക്കുന്നു. കൂടാതെ ധാരാളം ആൾക്കാർ FD ഇടുന്നു ബാങ്കിൽ, അവിടെ ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രം ബാങ്കിന് കൊടുത്താൽ മതി. സേവിങ്സ് അക്കൗണ്ടിലും മറ്റൊക്കെ ആണെങ്കിലും ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ബാങ്കിന് കിട്ടുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും സേവിങ്സ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുവഴിയാണ് ഏറ്റവും വലിയ ട്രാൻസാക്ഷനുകളും മറ്റും നടക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ബാങ്കിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബാങ്ക് ഡിഫറെൻറ്റ് തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോക്കർ ആയിക്കോട്ടെ, സേവിങ്സ് അക്കൗണ്ട് ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, ATM ആയിക്കോട്ടെ, ഇതേപോലുള്ള ധാരാളം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം വർഷം നിശ്ചിത പെർസെൻറ്റേജ് അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് സർവീസ് ചാർജ് ആയിട്ട് ബാങ്ക് ഈടാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ കൂടെ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ നിശ്ചിത പരിധിക്ക് മുകളിലായാൽ കൂടെ, അതായത് ഇതിനെല്ലാം സർവീസ് ചാർജ് ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വരുമാനം ബാങ്കിന് കിട്ടുന്നുണ്ട്. ഇതൊരു മാർഗമാണ്. അതുകൂടാതെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ, ബോണ്ടുകളിൽ, അതേപോലെ കമ്പനികളിലോട്ട്, സ്റ്റോക്സിലോട്ട് ഇവരങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നതിനേക്കാൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ലോണാണ്. ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. പൊതുജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, കമ്പനികൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നതിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ക്രെഡിറ്റ് കാർഡാണ്. 35% മുകളിലാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലൂടെ വളരെ വലിയ വരുമാനം ബാങ്കിന് കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാരും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്നു, ക്രെഡിറ്റ് കാർഡ് ട്രാപ്പിലാക്കപ്പെടുന്നു. അപ്പോൾ ബാങ്കിന് സന്തോഷമാണ്, കൂടുതൽ എമൗണ്ട് ബാങ്കിന് ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടും. അതേപോലെ തന്നെ മറ്റ് ലോണുകൾ, ഹോം ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, വെഹിക്കിൾ ലോൺ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ലോണുകളെല്ലാം തന്നെ കൊടുക്കുന്നു. അതിലൂടെയെല്ലാം ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രധാന വരുമാന സോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. വളരെ വലിയ ഇൻട്രസ്റ്റ് ഇനത്തിൽ പൊതുജനങ്ങൾക്കും മറ്റൊക്കെയായിട്ട് എമൗണ്ട് കൊടുക്കുന്നു. ചെറിയ പെർസെൻറ്റേജ് മാത്രം അവിടെ ക്യാഷ് നിക്ഷേപിച്ചവർക്ക് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് മൊത്തം ബാങ്കിന് ലാഭമാണ്. എന്നാൽ ഇവരെ ഒരു കൂട്ടം ആൾക്കാർ വളരെ മികച്ച രീതിയിൽ പറ്റിക്കുന്നുണ്ട്. അവരാണ് ബിസിനസ്സുകാരെന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, സാധാരണ ആൾക്കാർ ക്യാഷ് എടുക്കുന്നത് എന്തിനാണ്? ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ഥലം വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, ആ വീട്ടിൽ നമ്മൾ തന്നെ താമസിക്കുന്നു. ഒരു കാറ് വാങ്ങിക്കുന്നു, ആ കാർ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നു, ലയബിലിറ്റീസ്. എന്നാൽ ബിസിനസ്സുകാർ എന്താണ് ചെയ്യുന്നത്? വരുമാനം കിട്ടുന്ന അസറ്റ് ക്ലാസ്സുകളിലേക്കാണ് ഇവർ നിക്ഷേപിക്കുന്നത്. പുതിയൊരു കമ്പനി പർച്ചേസ് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു? ബാങ്കിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ലോൺ എടുക്കുന്നു, നേരെ കമ്പനി വാങ്ങിക്കുന്നു. ഒരു റിയൽ എസ്റ്റേറ്റിൽ വളരെ വലിയ പ്രൊജക്റ്റ് ഉണ്ട്, അതിലേക്ക് ക്യാഷ് വേണം, നേരെ അവരെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളിലോട്ടാണ് ഇവർ നിക്ഷേപിക്കുന്നത്. ഇങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപിച്ച ശേഷം ഇവരെന്ത് ചെയ്യുന്നു? ഈ വരുമാനം കൊണ്ടാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുതലും ക്യാപിറ്റലും ഇവർ പേ ചെയ്യുന്നത്. അതായത് 1 ലക്ഷം രൂപയാണ് ഇവർ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 2, 3, 4 ലക്ഷം രൂപ ഇവർ ഉണ്ടാക്കും. എന്നാൽ 1 ലക്ഷത്തിന് 1.25 തിരിച്ചടച്ചാൽ മതി. അതാണ് ഇവർക്ക് പാട്. വളരെ എളുപ്പത്തിൽ ഇവർക്കത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷാണ്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷാണ്. കാരണം ബാങ്ക് ഇവർക്ക് ക്യാഷ് കൊടുക്കും. എത്ര കോടി രൂപയാണെങ്കിലും കൊടുക്കും. കാരണം അദാനിക്കൊക്കെ കൊടുത്ത റിപ്പോർട്ട് നമുക്കറിയാലോ. എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാൻ ഇവർക്ക് തയ്യാറാണ്. കാരണം തിരിച്ച് കിട്ടും എന്ന് ബാങ്കിന് നല്ല ബോധ്യമുണ്ട്, മികച്ച സിബിൽ സ്കോറും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷാണ് ഇത് എന്നത്. അതായത് ഇത്തരം കമ്പനികൾ വളരെ വലിയൊരു എമൗണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്.
സ്വാഭാവികമായും ഇവർ ഇൻട്രസ്റ്റ് ഇനത്തിൽ തന്നെ വളരെ വലിയൊരു എമൗണ്ട് പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ഇവർക്ക് ലഘൂകരിക്കാൻ സാധിക്കും. സ്വാഭാവികമായും ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് ഇത് വളരെ വലിയ പ്രോഫിറ്റാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ എമൗണ്ട് മാത്രം ഇവർക്ക് തിരിച്ചടച്ചാൽ മതി. അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷ് എന്നാണ് ഇതിന് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് ഏറ്റവും മികച്ച രീതിയിൽ ബാങ്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതും അവരെ പറ്റിച്ച് ബിസിനസ്സുകാർ ക്യാഷ് ഉണ്ടാക്കുന്നതും. ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. ബൈ.